ನಂಗೆ ಅಲ್ಲಾಹು ಸಲ್ಕರ್ಮ ಆಕ್ಯದು ಕೊಂಡಿತ್ತು ಅಲ್ಲಾಹುಗೆ എന്തും ലാഭം കിട്ടില്ല. ನಂಗೆ തപ്പാക്കെങ്കിൽ അള്ളാഹുക്ക് ഒരു നഷ്ടവുമില്ല. ನಂಗೆ നല്ലതാക്കെങ്കിൽ നല്ലതാക്കില്ലെങ്കിൽ ഉള്ള ലാഭനഷ്ടം നങ്കേ ഉള്ളേ. എന്നിട്ടും അള്ളാഹുവു ഞങ്ങൾ ഇബാദത്ത് ചെയ്യാണ്ട് അള്ളാഹുവു ഞങ്ങൾ വിരുദ്ധമായ അള്ളാഹു തീരാ ചൊന്നെങ്കിലത്തെ സ്വറ ആക്കിയെങ്കിൽ അള്ളാഹുക്ക് ഞങ്ങളിട്ടിಗೆ ഇഷ്ട ആവുക തീരാ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ ആക്കാറില്ല ചെന്നിട്ടു ഞങ്ങളിട്ടിಗೆ ഇഷ്ട ഇല്ലാണ്ട് ഞങ്ങൾക്കൊരു പക്ഷേ ശിക്ഷ തറ അല്ലെങ്കിൽ എന്തുമാക്കാം. അതേ സമയത്ത് അർഹമുർ-റാഹിമീനായ അള്ളാഹു ഇത്രയും വലിയ പരമാധികാരിയും സർവശക്തനും ശക്തിശാലിയും എല്ലാമായിട്ട് എല്ലാ പവറും ഉള്ളെങ്കിലത്തെ രാജാവായിട്ട് പോലും ആ അള്ളാഹു ദോഷ ചെയ്തെങ്കിലത്തെ ഞങ്ങളെ എപ്പോൾ നണ്ടിട്ടിಗೆ മാഫ് കേക്ക് ബണ്ട ചെന്നു കാത്തോണ്ടു. അങ്ങനെ മാത്രം മാഫ് കേട്ടെങ്കിൽ ഭയങ്കര കൊസിയായിട്ട് അപ്പമേ എന്ത് ദോഷവും, എത്ര വലിയ ദോഷവും, ചെറിയ ദോഷമാവട്ടെ വലിയ ദോഷമാവട്ടെ, എന്ത് ദോഷവും മാഫ് തറവ് റെഡിയായിട്ട് മാഫ് തണ്ടേണ്ട മാത്രമല്ല അതിനെക്കാണ്ട് വലിയ കൊസരി വിഷയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ഒരാൾ തൗബാക്കിയെങ്കിൽ അങ്ങനെ ലൈഫിൽ ആക്കിയ തപ്പുടെ അള്ളാഹു അങ്ങനെ സൽക്കർമ്മ ആക്കിയതായിട്ട് ഈ തപ്പുടെ സൽക്കർമ്മമായിട്ട് ബദലാക്കിയിട്ട് ആ തപ്പാക്കിയതുക്കും അള്ളാഹു പ്രതിഫല തന്നെ. ഇത്രയും വലിയ റഹ്മത്ത് അള്ളാഹുകല്ലാണ്ട് ആർക്കും സാധ്യമില്ല. അങ്ങനെ സാധ്യമുള്ളെങ്കിൽ തവണ റബ്ബ് മാത്ര അർഹമുർ-റാഹിമീനായ അള്ളാഹു മാത്ര. അത് ഞങ്ങൾ അർത്ഥാക്കിയിട്ട് ആ റബ്ബുടെ മനസ്സിലാക്കിയിട്ട് റബ്ബുടെ മുട്ട ആവൂ റമദാന്റെ ലാസ്റ്റ് 10 റമദാന്റെ ഓരോ നാളിലും ഞങ്ങൾ ശ്രമിക്കാം.